ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിൻ്റെ പേപ്പർ 1 ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ഒരു മൊഡ്യൂൾ ഉണ്ടല്ലേ. അപ്പോൾ അതിലെ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കിന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യുന്നത് അല്ലേ. ഡെയിലി നിങ്ങൾ ഓരോ DIയുടെ ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ 30 ഡേയുടെ ഒരു ഇന്റൻസീവ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ജൂൺ 22 എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കയ്യിൽ ഒരു 30 ദിവസം എടുക്കാനുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട, അതായത് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് അത് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒരു DIയുടെ ക്വസ്റ്റ്യൻ വരുമ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താ, ആ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നോക്കിയേ, ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ദാറ്റ് മീൻസ് ബോയ്സ് ആൻഡ് ഗേൾസ്, ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഹു പാസ്ഡ് ഇൻ എ +2 എക്സാമിനേഷൻ ഫ്രം 6 different schools in the year 2023 and 2024. Based on the data in the table, answer the question. നോക്കിയേ, 2023-2024 2 വർഷത്തെ കാര്യമാണ് പറയുന്നത്. നമ്പർ ഓഫ് പാസ്റ്റ് സ്റ്റുഡൻസ് 2023 A എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് പാസ്സായവർ 500 അല്ലെ. പാസ്സായ ഗേൾസിന്റെ പെർസെന്റേജ് പറഞ്ഞുകൊണ്ട് 46% അല്ലെ. 500 എന്ന് പറഞ്ഞാൽ പാസ്സായ ഗേൾസ് പ്ലസ് പാസ്സായ ബോയ്സ്. ഗേൾസ് പാസ്സായവരുടെ പെർസെന്റേജ് ആണ് 46. അപ്പൊ ബോയ്സ് പാസ്സായവരുടെ പെർസെന്റേജ് എന്തായിരിക്കും നമുക്കറിയാം, അത് 100 - 46 ആയിരിക്കും അല്ലെ. എല്ലായിടവും ഇനി അതേപോലാണ്. 600 ആണ് ഇവിടെ 2023 പാസ്സായ ബോയ്സ് പാസ്സായ ഗേൾസ്. അതിൽ ഗേൾസിന്റെ പെർസെന്റേജ് 42% അല്ലെ. ബാക്കി എന്താ 100 - 42 എടുത്താൽ മതി ബോയ്സ് കിട്ടാൻ. ക്ലിയർ അല്ലേ? അതായത് 46% ഓഫ് 500 ആണ് ഗേൾസ് പാസ്സായവർ. ഇനി ബോയ്സ് പാസ്സായവർ ഇപ്പം നമ്മുടെ ടേബിളിൽ തന്നിട്ടില്ല, പക്ഷെ ചോദിച്ചാൽ കണ്ടുപിടിക്കുക അല്ലെ. ബോയ്സ് പാസ്സായവർ എന്ന് പറയുമ്പോൾ എന്താ 100 - 46, ദാറ്റ് ഈസ് 54% ഓഫ് 500. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടേബിളിൽ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് നമ്പർ ഓഫ് ഗേൾസ് ഹു പാസ്ഡ് ഇൻ ദ ഇയർ 2024 ഫ്രം ഓൾ ദ 6 schools is -% of number of students who passed from school A in the year 2023 അല്ലെ. പെർസെന്റേജ്, വാട്ട് പെർസെന്റേജ് ഓഫ്, അതായത് A is what % of B എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഞാൻ നേരത്തെയുള്ള DI ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. A is what % of B എന്ന് പറഞ്ഞാൽ എന്താ, A/B × 100 ചെയ്യണം അല്ലെ. അപ്പൊ Aയുടെ സ്ഥാനത്ത് ഒരു ഡേറ്റ ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കുക. ഏതാത്, ആവറേജ് നമ്പർ ഓഫ് ഗേൾസ് ഹു പാസ്ഡ് ഇൻ ദ ഇയർ 2024. 2024 പാസ്സായ ഗേൾസിന്റെ ആവറേജ് നമ്പർ, അതായത് എല്ലാം കൂടെ നമ്മൾ കണ്ടുപിടിക്കണം, അതിന്റെ ആവറേജ് എടുക്കണം. അതാണ് A. B എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു പാസ്ഡ് ഫ്രം സ്കൂൾ A ഇൻ ദ ഇയർ 2023 അല്ലെ. 2023 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു പാസ്ഡ് ഫ്രം സ്കൂൾ Aയിൽ നിന്ന് പാസ്സായ സ്റ്റുഡൻസിന്റെ അത് നമുക്കറിയാം, അത് 500 ആണെന്ന് അല്ലെ. സോ B 500 ആണെന്ന് കിട്ടി. A കണ്ടുപിടിക്കണം അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അപ്പൊ A കണ്ടുപിടിക്കണം. A കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ആവറേജ് നമ്പർ ഓഫ് ഗേൾസ് അല്ലെ. നോക്കിയേ, എന്താ ചെയ്യേണ്ടത്, 2024 2024 നോക്കിയേ, ഇത് 2023 ആയിരുന്നു. ആദ്യം പറഞ്ഞ 2024 വർഷമൊക്കെ ക്ലിയർ ആയിട്ട് നോക്കിക്കോണേ. ഇപ്പൊ 2024 ഗേൾസിന്റെ എണ്ണോ വേണ്ടത്. അപ്പൊ A എന്ന് പറഞ്ഞെടുത്ത് എത്ര വരുന്നത്, 44% ഓഫ് 550 അല്ലെ. അപ്പൊ സോൾവ് ചെയ്യുക. 44/100 ഓഫ് 550, 0 കട്ട് ചെയ്തു, 2h കട്ട് ചെയ്താൽ ഇവിടെ 22 ആയി, ഇവിടെ 5 ആയി, 5 ഇവിടെ കട്ട് ചെയ്തു 11 ആയി. 22 × 11 അല്ലെ, 242. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കണം അല്ലെ. B ആവുമ്പോ എന്തായി, B എന്ന് പറഞ്ഞാൽ 40% ഓഫ് 640 അല്ലെ. 40% ഓഫ് 640 ആണ്. ഇനി 0 ഉള്ളിടത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 2 0 വന്നാൽ ഒരു പെർസെന്റേജ് വെട്ടുക അല്ലെ. പെർസെന്റേജും 2 0 വെട്ടി കഴിഞ്ഞാൽ 4 × 64 അല്ലെ, 16 256 അല്ലെ. അങ്ങനെ നമ്മൾ A തൊട്ട് F വരെ കണ്ടുപിടിക്കണം അല്ലെ. കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. പെർസെന്റേജ് ഒക്കെ കട്ട് ചെയ്തും ക്യാൻസൽ ചെയ്തും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളത് ഒന്ന് സോൾവ് ചെയ്തിട്ടുണ്ട്. എന്താ, A കണ്ടുപിടിച്ചു. ഇതേപോലെ നമ്മളിപ്പോ പറഞ്ഞതുപോലെ A B വർഷം നോക്കിക്കോട്ടെ, 2024 Aയുടെ Bയുടെ F വരെയുള്ള
ഗേൾസിന്റെ ആണ്, ഇത് ഗേൾസിന്റെ എണ്ണമാണ്. ഗേൾസിന്റെ എണ്ണം കിട്ടി. സോ ടോട്ടൽ 1866 കിട്ടി. ഇനി അതിന്റെ ആവറേജ് ആണ് കാണേണ്ടത്. സോ 1866 ബൈ എത്ര സ്കൂളാണ് ഉള്ളത്? 1 2 3 4 5 6 അല്ലെ, 6. അപ്പൊ എത്ര വന്നു? 311. നമ്മുടെ എ എന്ന് പറഞ്ഞാല് 311. എ ഈസ് വാട്ട് പെർസെന്റ് ഓഫ് ബി. ബി എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു പാസ്ഡ് ഫ്രം സ്കൂൾ എ ഇൻ 2023, അതായത് 500. അതായത് 311 ഈസ് വാട്ട് പെർസെന്റ് ഓഫ് 500 എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 311 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? 0 കട്ട് ചെയ്യാം. 311 ഡിവൈഡ് ബൈ 5. അപ്പൊ എത്ര വരും? 60 അല്ലെ, 6. നോക്കിയേ, 311 ഡിവൈഡ് ബൈ 5. 6 30 11 that is 62. 62 വരുന്ന ഓപ്ഷൻ നോക്കിയേ, 62.2. അത്രയും ചെയ്താൽ മതി, ബാക്കി ചെയ്യണമെന്നില്ല. 6 വന്നപ്പോൾ നമ്മൾക്ക് 6 ആണെന്ന് മനസ്സിലായി. അതിപ്പോ നോക്കിയപ്പം എല്ലാം 6 വരുന്നുണ്ടല്ലേ. സോ നമ്മൾ അടുത്തതും കൂടെ നോക്കി. അല്ല 6 വരുന്ന ഒരെണ്ണേ ഉള്ളായിരുന്നു, നമുക്ക് അവിടെ വെച്ച് അത് എടുക്കായിരുന്നു. ഓക്കെ, അപ്പൊ 62.2. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞു, DIയുടെ കേസിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ പേപ്പർ ചെയ്യുമ്പോൾ നീറ്റായിട്ട് ചെയ്തു പോവുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇത്രയും ഇവിടെ കഷ്ടപ്പെട്ട് ഇത് കണ്ടുപിടിച്ചു അല്ലെ. ഇനിയിപ്പം ചിലപ്പോൾ 3ാമത്തെ 4ാമത്തെ ക്വസ്റ്റ്യന് വരുമ്പം ഇപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഗേൾസ് വന്നു അല്ലെ, ബോയ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിനി വീണ്ടും ഇവിടെ 44 ആണ്, 66 അല്ലെങ്കിൽ 54% ഓഫ് 550 എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഇപ്പൊ 550 ബോയ്സ് ഉണ്ട് അല്ലെ, സ്റ്റുഡൻസ് ഉണ്ട്. ഇനി ഇത് 242 ഗേൾസ് ഉണ്ട്, അത് മൈനസ് ചെയ്താൽ ബോയ്സിന്റെ എണ്ണം കിട്ടില്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിലൊക്കെ ഈ ഡേറ്റ വീണ്ടും ആവശ്യം വന്നാൽ നമുക്കത് എടുക്കണം. അതുകൊണ്ടത് നിങ്ങൾ നീറ്റായിട്ട് തന്നെ എഴുതി പോവുക. ഓക്കെ, നോക്കിയേ, നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ്ഡ് ഇൻ ദ എക്സാമിനേഷൻ ഈസ് മോർ ദാൻ 300 in the year 2023 as well as in the year 2024. 2023ലും 2024ലും ഒരുമിച്ച് 2 വർഷവും നമ്പർ ഓഫ് ബോയ്സിന്റെ എണ്ണം മോർ ദാൻ 300 വരുന്നത് എത്ര സ്കൂളിലാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? 2023 അല്ലെ, 2023ലെ ബോയ്സിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ് വരുന്നതെന്ന് നോക്കാം അല്ലെ. എന്താണ് ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പം ഗേൾസിന്റെ പെർസെന്റേജ് ആ പറഞ്ഞേക്കുന്നത്. ബോയ്സ് വേണമെങ്കിൽ ഒന്നീ നമുക്ക് എന്ത് ചെയ്യാം? 46 കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ പെർസെന്റേജ് തന്നെ മൈനസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇവിടെ 46% ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 100 മൈനസ് 46 അല്ലെ. സോ 54%. ഇവിടെ 42 അല്ലെ, 8 58%. 100 മൈനസ് 56 44%. അതായത് 54% ഓഫ് 500 കാണണം, 58% ഓഫ് 600 കാണണം, അതേപോലെ 44% ഓഫ് 650 കാണണം. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ഞാനിവിടെ സോൾവ് ചെയ്തതാണ്. 2023 നോക്കണേ, 2023 എയില് 54% ഓഫ് 500 അല്ലെ. 20 ഇത് കട്ട് ചെയ്യുന്നു, നമ്മൾ അവിടെ നിന്ന് ചെയ്യുന്നു അല്ലെ. അപ്പൊ അങ്ങനെ സോൾവ് ചെയ്ത് നമ്മൾ ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ 2024 കാണണം. അത് എല്ലാം കാണണോ? വേണ്ട അല്ലെ. ഒന്ന് നോക്കിയേ, നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ്ഡ് ഇൻ എക്സാമിനേഷൻ ഇസ് മോർ ദാൻ 300 ഇൻ ഇയർ. ഈ 2 വർഷവും. അപ്പൊ ഈ 2023 300-നെക്കാട്ടി കൂടുതൽ വരുന്നത് മാത്രം നമ്മൾ എടുത്താൽ പോരായോ അല്ലെ. 200 വരുന്നത് കണ്ട, ഈ ബി വരുന്നുണ്ട്, എഫ് വരുന്നുണ്ട് അല്ലെ. അത് രണ്ടും മാത്രമേ 300-നെക്കാട്ടിൽ മോളി വരുന്നുള്ളൂ. സോ 2024 ബിയിലെയും എഫിലെയും ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? കാരണം അതും അവിടെ മാത്രമേ ഈ 2023 കൂടുതൽ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ 2024 കണ്ടുപിടിക്കണം. അപ്പൊ ഈ 2024 ഗേൾസിന്റെ എണ്ണം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന് കണ്ടുപിടിച്ചതാ അല്ലെ. അപ്പൊ അതുണ്ടെങ്കിൽ നോക്കിയേ, ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന് കണ്ടുപിടിച്ചല്ലേ. അപ്പൊ ആ ഡേറ്റ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ബോയ്സിന്റെ എണ്ണം ഇനിയും വീണ്ടും പെർസെന്റേജ് കാണേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നോക്കിയേ, ബോയ്സിന്റെ എണ്ണം ഇവിടെ, ഇത് ഗേൾസ്, ബിയിലെ ഗേൾസിന്റെ എണ്ണം 256 ആ. അപ്പൊ ബോയ്സിന്റെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ചേ. ബി എന്ന് പറഞ്ഞെടുത്ത് ദാണ്ട 640 അല്ലെ. സോ 640 മൈനസ് 256 എത്ര വരും? 384. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആയി. ഇവിടെ 384 ബിക്ക് വരുന്നുണ്ട്. ഇനി എഫിൽ ഇവിടെ 270 അല്ലെ. ഇവിടെ എന്താ? 750. ഇനി മൈനസ് ചെയ്യുമ്പോൾ തന്നെ, മൈനസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ 750 ആണ്. 750 മൈനസ് 270 അതെന്തായാലും 300 സംതിങ് ആണ്, നമുക്ക് മനസ്സിലായി അല്ലെ. സോ ഈ എത്ര സ്ഥലത്താണ്, ഏത് സ്കൂളിലൊക്കെയാണ് 2023 2024 ഗ്രേറ്റർ വന്നത്? 2 സ്കൂളിൽ അല്ലെ. സോ ഓപ്ഷൻ എ 2. ക്ലിയർ ആണോ?
For school F, the number of boys who passed in the year 2024 is approximately dash percent more than in 2023. 2024-ലെ ബോയ്സിന്റെ സ്കൂൾ എഫിൽ നിന്നുള്ള ബോയ്സിന്റെ എണ്ണം ഇസ് ഡാഷ് പെർസെന്റ് മോർ ദാൻ 2023 എന്നാണ് ചോദ്യം അല്ലെ. പെർസെന്റേജ് മോർ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, താഴെ സ്മോളർ നമ്പർ ഇൻറ്റു 100. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള 2024-ലെയും 2023-ലെയും ബോയ്സിന്റെ എണ്ണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാ അല്ലെ. സോ അപ്പൊ അതിൽ നമുക്ക് വാല്യൂസ് എടുക്കാം. ഇപ്പൊ 2024-ലെ 480 ചോദ്യം ഇതാണ്. 480 ഈസ് വാട്ട് പെർസെന്റ് മോർ ദാൻ 2023-ലെ 325. സോൾവ് ചെയ്താൽ പോരായോ? സോ 480 മൈനസ് 325 ബൈ 325 ഇൻറ്റു 100. സോൾവ് ചെയ്തേ. 480 മൈനസ് 325 55 അല്ലെ. 480 മൈനസ് 325 155. 10 5 155 ഇൻറ്റു 100 ബൈ 325. ഇനി കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തേ. 5 വെച്ച് കട്ട് ചെയ്താൽ എന്ത് വരും? ഇവിടെ 31. ഇവിടെ 5 വെച്ച് കട്ട് ചെയ്താൽ 65. ഇവിടെ 5 1 3 ഇവിടെ 20. 31 ഇൻറ്റു 20 620 ഡിവൈഡ് ബൈ 30 അല്ലെ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് യഥാർത്ഥ വാല്യൂ മീൻസ് ഡെസിമൽ ആയിട്ടേ കിട്ടൂ. സോ 620 ഡിവൈഡ് ബൈ 30. 13 ഇൻറ്റു 4 13 ഇൻറ്റു 5 65 വരും. 13 ഇൻറ്റു 4 പോയിന്റ് തുടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ? രണ്ടെണ്ണം ഉണ്ട്. സോ 13 ഇൻറ്റു 4 12 52 100. ദെൻ 13 ഇൻറ്റു ഇനി 2 7 2 അല്ലല്ലോ എന്തായാലും, പിന്നെ 7 ആയിരിക്കും അല്ലെ. 13 ഇൻറ്റു 7 91. സോ 47 പോയിന്റ് സംതിങ്. സോ ഓപ്ഷൻ ബി 47. അപ്പൊ നമ്മൾ ഓപ്ഷനിലൂടെ നോക്കുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് 13 ഇൻറ്റു ഏതാ മൾട്ടിപ്ലൈ എന്ന് മനസ്സിലല്ലേ. 2 7 അപ്പൊ 2 നോക്കുമ്പോ അല്ല. സോ 7 അല്ലെ. അപ്പൊ നമ്മൾ 7 ട്രൈ ചെയ്ത് നോക്കി. സോ ആൻസർ 47.7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the ratio of number of boys who passed from school A in 2023 to number of girls who passed from school E in 2023? അല്ലെ. ഗേൾസ് boys who passed in school A 2023. boys 2023 school A അല്ലെ അതിന്റെയും then girls school 2023 E. ക്ലിയർ അല്ലേ? സോ 2023-ല് ഗേൾസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണെങ്കിൽ നമുക്ക് എന്താണ് അങ്ങനെ അങ്ങ് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ എന്താ 2023-ലെ ബോയ്സ് ആണ് വേണ്ട അല്ലെ. 2023-ലെ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 46% ഗേൾസ് ആണ്, 54% ബോയ്സ് ആണ് അല്ലെ. 54% ഓഫ് 500 അത് കണ്ടുപിടിക്കണം. ആ വാല്യൂ വേണമെന്നില്ല. ബൈ ദെൻ ഗേൾസ് 2023 ഇയിലെ ഗേൾസ് ദറ്റ് ഈസ് എന്താ 54% ഓഫ് 600. ഓക്കെ, ഇവിടെ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം അല്ലെ. പെർസെന്റേജ് നമുക്ക് കട്ട് ചെയ്യാം. റേഷ്യോ ആണ് വേണ്ടത് അല്ലെ. 54% പോയി. ഇവിടെ 0 കട്ട് ചെയ്തു. 5:6 ആണ് ആൻസർ. അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂയിൽ നിന്നും ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ ഓപ്ഷൻ സി 5:6. ക്ലിയർ ആണോ? നെക്സ്റ്റ്, what is the average number of boys who passed in +2 examination in the year 2024 from all the 6 schools together? എന്താണ് ആവറേജ് നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ് in? അതായത് 2024-ലെ ബോയ്സിന്റെ ആവറേജ് നമ്പർ ആവേണ്ടത് ഫ്രം ഓൾ ദ 6 schools together, എല്ലാ സ്കൂളിൽ നിന്നും അല്ലെ. അപ്പൊ നമ്മള് നേരത്തെ തന്നെ 2024-ലെ ഗേൾസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് അല്ലെ. ബോയ്സ് നമ്മളെല്ലാം കണ്ടുപിടിച്ചില്ലായിരുന്നു. ബിയും എഫും മാത്രമേ കണ്ടുപിടിച്ചുള്ളായിരുന്നു അല്ലെ. ഒന്നീ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഗേൾസിന്റെ എണ്ണം നമ്മൾ ടോട്ടൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതാ അല്ലെ. ടോട്ടൽ എടുത്ത് നമ്മൾ ചെയ്തതാണ് 1866. ടോട്ടൽ ഈ സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മൈനസ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ബോയ്സിന്റെ എണ്ണം കിട്ടും. ഇനി അതും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഓരോന്ന് 550 മൈനസ് 242 അല്ലെങ്കിൽ 640 മൈനസ് 256 560 മൈനസ് അങ്ങനെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ബോയ്സിന്റെ എണ്ണം കിട്ടും അല്ലെ. അപ്പൊ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പം ആ ഉള്ള ഡേറ്റാസ് വെച്ചിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് എടുക്കുവാണെങ്കിൽ ഇവിടെ 550 640 560 800 840 750. ക്ലിയർ ആണോ? അതായത് ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എടുത്തിട്ട് ടോട്ടൽ ഗേൾസ് മൈനസ് ചെയ്താൽ ടോട്ടൽ ബോയ്സ് കിട്ടും അല്ലെ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഓരോ ക്ലാസ്സിൽ എയിലെ ബോയെ അറിയാൻ 550 - 242, 640 - 256 അങ്ങനെ ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം അല്ലെ. ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അല്ലെ. ഒരു തവണ ആഡ് ചെയ്ത് ടോട്ടൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ 0, അതാണ്ട് ഇവിടെ 10, 20, 24, 2, 5, 5, 10, 20 plus 14, then 7, എന്ത് വരും 4, സോ 41 അല്ലെ. 4140 എന്ന് കിട്ടി. അതാണ് ടോട്ടൽ. 4140 നിന്ന് ടോട്ടൽ ഗേൾസ് ആയ 1866 നമ്മൾ മൈനസ് ചെയ്യുക. 4, 3, 7, 2, 2274. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ്. ഇനി എന്താ എടുക്കണ്ടേ? അവരുടെ ആവറേജ് ആണ് വേണ്ടത് അല്ലേ. ബൈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? 2274 ഡിവൈഡ് ബൈ 6, 3, 18, 47, 6. നമ്മൾ ഓപ്ഷനിൽ നിങ്ങൾ നോക്കി പോണേ. 7, 42, then 54 അല്ലേ. 54 അപ്രോക്സിമേറ്റ് ആണോ? ഓക്കെ. 9, 379. ഓപ്ഷൻ ഡി 379. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് കൃത്യമായിട്ട് ആ ഡേറ്റകൾ നമ്മൾ ഓരോ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഉപയോഗിച്ച ഡേറ്റാസ്. ഇതിപ്പം നമ്മൾ 1, 2 ക്വസ്റ്റ്യനിലാണ് നമ്മൾ കൂടുതലും വാല്യൂസ് ചെയ്യുന്നത് അല്ലെ. അതെല്ലാം ബാക്കിയെല്ലാം ആ വാല്യൂസ് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും അത് ക്ലിയർ ആയിട്ട് തന്നെ എഴുതി പോവുക. ഓക്കെ ആണല്ലോ? ഇന്ന് ചെയ്ത ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേപോലെ നിങ്ങൾ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് UGC നെറ്റിൽ നിന്നുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ UGC നെറ്റിന്റെ റിസൾട്ടാണിത്. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്കും ഇതേപോലെ തന്നെ UGC നെറ്റ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിയുള്ള ഒരു 30 ഡേയ്സിലേക്കുള്ള ഇന്റൻസീവ് ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.